ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ എന്തൊക്കെ? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. ദേശീയ വികസന സമിതി NDC സ്ഥാപിതമായതെന്ന്? 1952 ഓഗസ്റ്റ് 6. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? 2015 ജനുവരി 1. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവുകോൽ എന്ത്? മാനവ വികസന സൂചിക HDI. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ദാദാഭായ് നവറോജി. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത്? റിസർവ് ബാങ്ക്. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏത്? നബാർഡ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? മുംബൈ. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? KM പണിക്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലനനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സെറിബെല്ലം. അധികമായി കഴിഞ്ഞാൽ കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ A. പ്രായമാകുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ? തിമിരം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല? കാസർഗോഡ്. കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ബീഹാർ.